കിലോമീറ്ററോളം നീളുന്ന ഒരു ക്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് ആളുകളെ ക്രമം പ്രകാരമാണ് കയറ്റിവിടുന്നത്. ആരെയും ഈ ക്യൂവിലല്ലാതെ കയറ്റിവിടുന്നില്ല എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ തന്നെ 1 കിലോമീറ്ററോളം ചുറ്റളവിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. പല ആളുകളും ഈ ഭാഗത്തൂടെയൊക്കെ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അവരെ പൂർണ്ണമായും തടയുകയാണ്. അവരെയൊക്കെ പിന്തിരിപ്പിച്ച് പിന്നിലേക്ക് വിടുന്നു. 1 കിലോമീറ്ററോളം നീളത്തിൽ ഈ ക്യൂ ഇങ്ങനെ നീണ്ടുപോകുന്നു. വലിയ നിരയായി മാറിയിരിക്കുന്നു. എല്ലാവരും സഹകരിക്കണമെന്നുള്ളത് തന്നെയാണ് പോലീസും പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും അത് തന്നെയാണ്. ഈ വോളണ്ടിയേഴ്സ്, റെഡ് വോളണ്ടിയർമാരുണ്ട്. നമ്മൾക്കറിയാം VS-നെ സംബന്ധിച്ചിടത്തോളം VS കേരളത്തിൻ്റെ ഒരു മുഖമായിരുന്നു, സമരപോരാട്ടങ്ങളുടെ ഒരു മുഖമായിരുന്നു. ആ സമരപോരാട്ടങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഈ VS-നെ കാണുന്നതിന് വേണ്ടി മുകളിലും താഴെയുമായ എല്ലാം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട VS അവസാനമായി ഈ പറവൂരിലേക്ക് വരുമ്പോൾ, വേലിക്കകത്ത് വീട്ടിലേക്ക് വരുമ്പോൾ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളായ ആ നിൽപ്പ് ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. വെയിലും മഴയും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അതാ ജോസഫ് ജി എങ്ങനെയാണ് എന്തായാലും VS-ന് പ്രിയപ്പെട്ട ആളുകളും VS-നെ പ്രിയപ്പെട്ട ആളുകളും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് അവസാനമായി VS-നെ പറഞ്ഞയക്കാൻ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ അവർ VS-ന് കൊടുക്കാവുന്ന പരമാവധി യാത്രയപ്പാണ് ഈ നൽകുന്നത്. എന്തായാലും കണ്ണേ കരളെ VS-എ അരി മുല്ലപ്പൂവെ റോസാപ്പൂവെ എന്ന് വിളിക്കുന്നത് കേരളം മുഴുവൻ അത് ഏറ്റുവിളിക്കുകയാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു കിലോമീറ്ററിലധികം VS-ന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററിലധികം ഈ ക്യൂ ഇങ്ങനെ നീണ്ടുപോകുന്നു. ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി രാജനടക്കമുള്ള ആളുകൾ ഈ തിക്കിലും തിരക്കിലുമാണ് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് VS-നെ കാണുന്നതിന് വേണ്ടി ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു വലിയ മുഖം ഇവിടെ കാണാൻ കഴിയുന്നു. തങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ളവൻ, തങ്ങളുടെ സമരനായകൻ, ആ സമരനായകനായിട്ടുള്ള VS-നെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ആളുകൾ ഓടിയെത്തുകയാണ്. നമ്മൾക്കറിയാം മറയൂരും മതികെട്ടാനിലും പുന്നപ്രയിലും വയലാറിലുമെല്ലാം സമരം ചെയ്ത VS, ആ VS-നെ കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. സമരം തന്നെ യൗവനമായിരുന്നു, തൻ്റെ ജീവിതം തന്നെ സമരമായിരുന്നു എന്ന് കേരളത്തെ കാണിച്ചു കൊടുത്ത VS, ആ VS-നെ അവസാനമായി കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്ററോളം നീളുന്ന വലിയ ഒരു ക്യൂ VS-ന്റെ വീട്ടിലേക്ക് ആളുകൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും VS-നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ പല ആളുകളും VS-നെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. റോഡിലൊക്കെ ഇരുന്ന ആളുകൾ, ഇവർക്ക് മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമില്ലതാ, ആളുകളൊക്കെ കാത്തിരിക്കണേന്.